നമ്മളെല്ലാവരും ഭഗവാനെ കാണുന്നത് നമ്മുടെ വീട്ടിലുള്ള ആളായിട്ടാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് ചോദിച്ച പൂന്താനത്തിന്റെ മണ്ണാണിത്. ഉണ്ണികൃഷ്ണൻ ഉള്ളപ്പോൾ പിന്നെ മറ്റു മക്കൾ പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞ പൂന്താനത്തിന്റെ മണ്ണ്. കൃഷ്ണന്റെ ബാലലീലകളും കൃഷ്ണന്റെ മുദ്രായാത്രയും അടക്കമുള്ള ജീവിത സഫലികളെ മുഴുവൻ സ്വന്തം വാഗ്ധോരണി കൊണ്ട് മലയാളത്തെ കൊണ്ട് പാടിപ്പിച്ച ചെറുശ്ശേരിയുടെ മണ്ണാണിത്. പതരത്തിൽ മുഴുവൻ ഭാരതത്തിലും ലോകത്തിലെയും തന്നെ ഇതിഹാസത്തിന്റെ മഹാചരിത്രമായ മഹാഭാരതത്തെ സ്വന്തം അക്ഷരങ്ങളിലൂടെ മലയാളത്തിന് പകർന്നു നൽകിയ എഴുത്തച്ഛന്റെ മണ്ണാണിത്. അതിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ചു ചേർക്കപ്പെട്ട ഒരു കൃഷ്ണന്റെ ചിത്രമുണ്ട്. പീലിയും മഞ്ഞപ്പട്ടും ആ കറുത്ത ശരീരവും വനമാലയും ഓടക്കുഴലും സുദർശനവും ഒക്കെയുള്ള ഭഗവാന്റെ ആ സ്വരൂപം. മിന്നും പൊന്നിൻ കിരീടം തരിവടകടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീ വത്സ, അങ്ങനെ നമ്മൾ പഠിക്കുന്ന പറയുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ തപസ്സനുഷ്ഠിക്കുന്ന, ധ്യാനിക്കുന്ന ഭഗവാന്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്.